തിരുവനന്തപുരത്തിന്റെ ജീവനാഡിയായ കരമനയാറിന്റെ തീരം ഭൂമാഫിയ വ്യാപകമായി കയ്യേറുന്നുവെന്നുള്ള പരാതിയാണ് വരുന്നത്. ഇറച്ചി മാലിന്യവും കെട്ടിടാവശിഷ്ടങ്ങളും ഒക്കെ ഉപയോഗിച്ച് തീരം നികത്തി സെന്റിന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയാക്കി വിൽക്കുന്നുവെന്നാണ് പരാതി. പോലീസിന്റെയും പ്രാദേശിക നേതാക്കളുടെയും സംരക്ഷണമുണ്ട്. 10 വർഷത്തിലേറെയായി ഈ തീരക്കൊള്ളയ്ക്ക് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആഷൻ ഡിയേഗോയുടെ റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരസഭയിലെ തിരുമല, തൃക്കണ്ണാപുരം, കുന്നപ്പുഴ, പൂഴിക്കുന്ന്, പുന്നക്കാമുകൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കരമനയാർ തീരം കേന്ദ്രീകരിച്ച് ഭൂമാഫിയ പിടിമുറുക്കിയിരിക്കുന്നത്. സർക്കാർ പുറമ്പോക്ക് ഭൂമി ഉൾപ്പെടെയുള്ള ആറിന്റെ തീരപ്രദേശങ്ങൾ വ്യാപകമായി നികത്തിയെടുക്കുന്നു. രാത്രികാലങ്ങളിൽ ടിപ്പർ ലോറികളിൽ എത്തിക്കുന്ന ടൺ കണക്കിന് ഇറച്ചി മാലിന്യങ്ങളാണ് ആദ്യം ആറ്റിലേക്ക് തള്ളുന്നത്. ഇതിനു മുകളിൽ കെട്ടിടാവശിഷ്ടങ്ങളും മണ്ണും കല്ലും നിരത്തി നികത്തിയെടുക്കുന്നതാണ് രീതി. വർഷങ്ങളായി തുടരുന്ന ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോലീസിന്റെ മൗനാനുവാദമുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധം ഭയന്ന് പലപ്പോഴും നാട്ടുകാർ പരാതിപ്പെടാൻ പോലും മടിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റുകാർ ഈ സ്ഥലം, ആ കുഴിയായിട്ടിരുന്ന സ്ഥലം വിലക്കെടുത്തിട്ട് ഇവിടെ ഈ കോഴി വേസ്റ്റ് അടക്കം ഇറച്ചി മാലിന്യങ്ങളും സിറ്റി കെട്ടിടം പൊളിക്കുന്ന വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റ് എല്ലാം കൊണ്ട് ഇവിടെ നിന്ന് ഡംപ് ചെയ്തു. അതിൻ്റെ മേളിൽ കൂടെ ഈ മണ്ണിട്ടിട്ട് ഇവിടെ നികത്തി അത് കച്ചവടം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 8-10 വർഷമായിട്ട് ചില പോലീസുകാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ തൃക്കണ്ണാപുരത്ത് ആത്മഹത്യ ചെയ്ത RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി എന്ന യുവാവിന്റെ മരണവും ഈ ഭൂമാഫിയ ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ കയ്യേറ്റങ്ങൾക്കും നികത്തലുകൾക്കും പിന്നിലെന്നാണ് ആരോപണം. തൃക്കണ്ണാപുരം വാർഡ് മാത്രമല്ല, പുന്നൈക്കമുൾ വാർഡായാലും തിരുമല വാർഡായാലും ഒക്കെ ഈ പറഞ്ഞതുപോലെ BJPക്ക് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം അവർ സംഘടനാ പ്രവർത്തനമല്ല നടത്തുന്നത്. അവരൊരു ബിസിനസ്സായിട്ട് അതിനുവേണ്ടി സഹായകരമാകുന്ന രീതിയിൽ കൗൺസിലർമാരെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത്. 10 വർഷത്തിലധികമായി ഈ പ്രദേശം ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തിയിട്ടും റവന്യൂ വകുപ്പോ നഗരസഭയോ കാര്യമായ നടപടി സ്വീകരിച്ചിട്ടില്ല. ഭൂമാഫിയയുടെ ലാഭക്കൊതിക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഈ നദി തന്നെ നഷ്ടമാകുന്ന അവസ്ഥയാകും സംജാതമാവുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.